യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ നാഥൻ വേദനകളെ മാറ്റും. മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഉണ്ട്, കേട്ടിട്ടുണ്ട്. ിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഗാനമാണ്, തേജസ്സിന്റെ നിത്യഗാനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട്, കേട്ടിട്ടുണ്ട്. നാട്ടിലെ ഉണർവ് പത്തനാപുരത്ത് ഫെബ്രുവരി 26 രാവിലെ 10:30 മുതൽ. സ്ഥലം ന്യൂ മംഗല്യ ഓഡിറ്റോറിയം, കല്ലുംകടവ്. മിറക്കിൾ സൺഡേ തൃശൂരിൽ മാർച്ച് 2 രാവിലെ 10:30 മുതൽ. സ്ഥലം താണ്ടിയേക്കൽ കൺവെൻഷൻ സെന്റർ, എലൈറ്റ് ഹോസ്പിറ്റലിന് സമീപം, കുറുക്കഞ്ചേരി. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന പ്രൊഫറ്റിക്കായ മെസ്സേജാണ്. ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ ആലോചനയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. അവസാനം എന്ന് പറയുമ്പോൾ അനർത്ഥത്തെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. എന്നാൽ അതിനേക്കാൾ വലിയ ദൈവപ്രവൃത്തി, ദൈവത്തിൻ്റെ മഹത്വം ഈ നാളുകളിൽ ചലിക്കാൻ പോവുകയാണ്. വലിയ ദൈവപ്രവൃത്തി ഈ ദേശത്ത് അല്ലെങ്കിൽ നമ്മളെ ഇടയിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. മുൻപിലത്തേക്കാൾ ഇരട്ടി മഹത്വത്തിലേക്ക് സഫ് വരുന്നത് നമ്മൾ ഓരോരുത്തരും കാണാൻ പോകുക. ഇതുവരെ നടക്കത്തില്ല എന്ന് പറയുന്നത് അല്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നത് ഈ നാളുകളിൽ സംഭവിക്കുന്നത് നമ്മൾ കാണാൻ പോവുകയാണ്. ഇന്നത്തെ മെസ്സേജ് കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നതാകട്ടെ, നിങ്ങളുടെ ലൈഫിനോട് ഇടപെടുന്നതാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്താട്ടെ. ഈ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിൽ ധാരണയുള്ള, ബോധ്യമുള്ള, അടിസ്ഥാനപ്പെട്ടു പോയ, ഹൃദയത്തിൽ ഉറച്ചുപോയ കുറേ ചിത്രങ്ങളുണ്ട്. അതിലെ ഏറ്റവും പ്രധാന ചിത്രം എന്ന് പറയുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ചിത്രമാണ്. രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള ചിത്രം നമ്മുടെ ഉള്ളിൽ ഉറപ്പായി കിടക്കുന്നതും ദൈവദിനത്തിൽ നിന്ന് നമുക്ക് ശരിയായ വിധത്തിൽ മനസ്സിലായതുമായ ചിത്രം. കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് എന്ത് സംഭവിക്കും? യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഉണ്ടാകും. അത് നമ്മൾ ഈ ലോകത്ത് കേട്ടോണ്ടായിരിക്കുന്ന ഇസ്രായേൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഏഷ്യ അല്ലെങ്കിൽ പൂർവേഷ്യയിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ ഭയം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴും റഷ്യ കത്തുകയാണ്, യുക്രൈൻ കത്തുകയാണ്, ഇസ്രായേലിലെ ചുറ്റുപാടും കത്തുകയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ അറിയാം, കർത്താവിൻ്റെ വരവിന് മുമ്പ് പറയുന്ന പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകുകയാണ്. അതുകൊണ്ട് നമ്മൾ പറയും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമവും ഭൂകമ്പങ്ങളും. നമ്മൾ കഴിഞ്ഞ വർഷവും 5, 6, 7, 8 ഭൂകമ്പങ്ങളെ കുറിച്ച് കേട്ടു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? പ്രതിസന്ധികളും അല്ല, മ്ലേച്ഛതയുടെ അതിപ്രസരണവും നമ്മുടെ ഉള്ളിൽ ഒരു കുറപ്പായ ഒരു ധാരണ ഉണ്ടാക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഇത് കർത്താവിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിശ്ചയമായിട്ടും അത് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ അതുമാത്രമല്ല ലക്ഷണമായി കാണേണ്ടത്, കർത്താവിൻ്റെ വരവെങ്കിൽ സഭയിൽ നടക്കുന്നത് കൂടെ ലക്ഷണമായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം.
നിങ്ങളുടെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു പോയത് ഞാൻ ഈ ആദ്യം പറഞ്ഞതാണ്. എന്നാൽ ആഴത്തിൽ പതിയേണ്ടിയിരുന്നത് ഞാൻ ഈ പറയുന്നതാണ്. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ആമേൻ പറയാവോ? മീഖയുടെ പ്രവചനം 4-ാം അധ്യായം 1-ാം വാക്യവും 2-ാം വാക്യവും, അതേപോലെ തന്നെ യെശയ്യാവിന്റെ പ്രവചനം 2-ാം അധ്യായവും 2-ാം വാക്യവും വായിച്ചാൽ അതേ വാക്യങ്ങൾ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയും. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്: അന്ത്യകാലത്ത് യഹോവയുടെ പർവ്വതം പർവ്വതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിതമാകും, കുന്നുകൾക്ക് മീതെ ഉയരവും ഉന്നതവുമായിരിക്കും. ഒരു കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദമേർന്നൊരു ഹല്ലേലൂയ പറയാവോ? But it shall come about the last days, about the mountain of the house of the Lord shall be established as a highest and chiefest mountain. Amen. എൻ്റെ കൂടെ ഒരു ഹല്ലേലൂയ പറയാവോ? എന്ന് പറഞ്ഞ എല്ലാ പർവ്വതങ്ങളെക്കാളും ഉയർന്ന പർവ്വതമായി എൻ്റെ കർത്താവ് ഉയർന്നു നിൽക്കും. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, അന്ത്യകാലത്തിൽ സംഭവിക്കാൻ പോകുന്നത് മറ്റെല്ലാത്തിനേക്കാളും എൻ്റെ യേശുവിൻ്റെ രാജ്യം ഉയർന്നു നിൽക്കും. ഒന്നും കൂടെ പറയാം. എല്ലാത്തിനേക്കാളും ഇരുട്ടിന്റെ പ്രവർത്തികൾ ഉയർന്നു നിൽക്കും എന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. അതും മല പോലെ തന്നെയാ. പക്ഷെ വേദപുസ്തകം പറയുന്നത് അതിനേക്കാൾ എല്ലാം വ്യത്യസ്തമായി ഒന്നുയർന്നു നിൽക്കും. അതെന്റെ കർത്താവിന്റെ രാജ്യമാണ്. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചൊരു ആമീൻ പറയാം. അടുത്ത വാചകം പറയുന്നത് ജാതികൾ അവിടേക്ക് ഒഴുകി ചെല്ലും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ജാതികളുടെ പ്രതീക്ഷ, ജാതികളുടെ പ്രത്യാശ ആ പർവ്വതത്തിലേക്ക് ഉയർന്നു വരും. എങ്കിൽ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, അവിടെ ഒരാൾ മരിച്ചത് എഴുന്നേറ്റു, ഇവിടെ ഒരാൾ മരിച്ചത് എഴുന്നേറ്റു, ഇവിടെ തളർന്നൊരാൾ എഴുന്നേറ്റു, കാഴ്ച പോയ ഒരാൾ സൗഖ്യമായി, മുടന്തനായവൻ എഴുന്നേറ്റു നടന്നു എന്ന് പറഞ്ഞാൽ അനർത്ഥങ്ങളുടെ വലിപ്പത്തെക്കാളും ദൈവശക്തിയുടെ മഹത്വം ദേശത്ത് എഴുന്നേറ്റ് വരണം. അതാണ് അന്ത്യകാലം. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ശബ്ദമേർത്തി ഹല്ലേലൂയ പറയാവോ? ഇനിയുള്ള സീസണുകൾ എന്ന് പറയുന്നത് മഹത്വത്തിൻ്റെതാണ്, അനർത്ഥത്തിൻ്റെതല്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ആമീൻ പറ. ഇനിയുള്ള സീസൺ എന്ന് പറയുന്നത് അനർത്ഥങ്ങളുടേതല്ല, മഹത്വത്തിൻ്റെതാണ്. ശബ്ദമേർത്തി ഹല്ലേലൂയ പറ. ഇത് ദൈവസഭയുടെ അകത്ത് വ്യക്തമായി പതിയണം. എന്തിനു പതിയണം? ശ്രദ്ധിക്കേ, നമ്മുടെ ഉള്ളിലൊരു ചോദ്യം വരണം. എന്നിട്ട് എന്താണ് കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ പ്രവൃത്തി, കർത്താവിൻ്റെ മഹത്വം മറ്റിതിനേക്കാൾ ഉയർന്നു വരാത്തത്? അങ്ങനെ ആരെങ്കിലും ചോദിക്കുകയോ അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അവരെ ദൈവം എഴുന്നേൽപ്പിച്ച് സഭയെ ബലപ്പെടുത്തും. ഇത് നിന്റെ സീസണാണ്. ഇത് നിന്റെ സീസണാണ്. നമ്മളോട് കർത്താവ് പറഞ്ഞു, ടൈം ഓഫ് ദൈവിക സാന്നിധ്യത്തിന്റെ വർഷം എന്ന് പറഞ്ഞാൽ ഈ വർഷം നീ ദൈവ സാന്നിധ്യം കൊണ്ട് നിറയും, ദൈവമായിട്ട് നടക്കും. അനേകർ നീ ദൈവമായി നടക്കുന്നത് കാണാനായി തുടങ്ങും. ദൈവത്തിന്റെ ഗ്ലോറിയുമായി നീ ചലിക്കും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. ശബ്ദമേർത്തി ഹല്ലേലൂയ പറ. റൻഡനനിയാന്തലകോ റസനിയാന്തലകോ. ഈ ആലയത്തിന്റെ പിന്നത്തേതിലെ മഹത്വം മുമ്പിലത്തെക്കാളും വലുതായിരിക്കും. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ഗ്ലോറിയേക്കാളും ഇരട്ടിയായ ഒരു ഗ്ലോറി നീ അനുഭവിക്കും. നീ ഇപ്പോൾ അനുഭവിക്കുന്ന ദൈവശക്തിയെക്കാളും ഇരട്ടിയായത് നീ അനുഭവിക്കും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. ഗ്രേറ്റർ ഗ്ലോറി, ഗ്രേറ്റർ ഗ്ലോറി, ഗ്രേറ്റർ ഗ്ലോറി. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചോണ്ട് പറ. ഇരട്ടിയായ മഹത്വം, ഇരട്ടിയായ മഹത്വം. He will come to us as a heavy rain. വലിയ മഴ പോലെ അവൻ ഇറങ്ങി വരും. Hallelujah. And the latter rain that waters the ഭൂമിയെ മുക്കിക്കളയും. അത് Hallelujah. 2018 നിങ്ങളൊരു വലിയ വെള്ളപ്പൊക്കം കേരളത്തിൽ അനുഭവിച്ചു. മുങ്ങത്തില്ല എന്ന് പറയുന്ന പല സ്ഥലങ്ങളും അന്നു മുതൽ മുങ്ങാൻ തുടങ്ങി. തിരുവല്ലയിലുള്ള ചില വീട്ടുകാർ പറഞ്ഞു, ഞങ്ങളുടെ അപ്പന്റെ കാലത്ത് ഇത് മുങ്ങിയിട്ടില്ല, പക്ഷെ ഇത് മുങ്ങിപ്പോയി, ഇനി ഇവിടെയും പ്രതീക്ഷയില്ല. അങ്ങനെ ചില മുങ്ങലുകൾ ഉണ്ടായി വരും. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധിക്കത്തില്ല എന്ന് പറയുന്ന വിധത്തിൽ, ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവിന്റെ മുങ്ങലുണ്ടാകും, മുങ്ങലുണ്ടാകും. ഇത് തിരുവനന്തപുരത്തിന് വേണ്ടി മാത്രം പറയുന്നതാ. തിരുവനന്തപുരത്തൊരു വലിയ മൂവ്മെന്റ് ഉണ്ടാകും. തിരുവനന്തപുരത്തൊരു വലിയ ചലനം ഉണ്ടാകും. തിരുവനന്തപുരത്തൊരു വലിയ ചലനം എഴുന്നേൽക്കും. കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
ശബ്ദമേറുന്ന ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഭൂമിയെ നനയ്ക്കുന്ന അഭിഷേകം എഴുന്നേൽക്കും. അങ്ങനൊന്ന് ഇതുവരെ രാജ്യങ്ങളിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അന്ത്യകാലത്ത് അങ്ങനൊന്നും ഉണ്ടായി വരും. കണ്ണീരൊപ്പാതെ എന്ന പാട്ട് ഞാൻ എഴുതിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാടിയൊരു വരിയുണ്ട്, ഭൂമി ദൈവമഹത്വത്താൽ നിറയുമെന്ന്. വെറുതെ പറഞ്ഞതല്ല, ഭൂമിയിൽ ദൈവമഹത്വത്താൽ നിറയുമെന്ന് സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുക, ബൈബിളിൽ എഴുതി വച്ചിരിക്കുക. ബൈബിളിൽ ഒരു വാക്യം കൂടെ എനിക്ക് ഇഷ്ടമുണ്ട്. ആ വാക്യം ഇങ്ങനെയാ, ഭൂമി സമുദ്രത്താൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ഈ ഭൂമി നിറയും. അതാണ് അന്ത്യകാലം. ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ ഈ ഭൂമി നിറയും. എന്താ അതിന്റെ അർത്ഥം? ദൈവിക ജ്ഞാനം കൊണ്ട് ജനം മുഴുവൻ തൊടപ്പെടുമെന്ന. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാവോ? ഞാൻ അഞ്ചലിൽ ഇന്ന് പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്, അഞ്ചലിൽ ചില കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. വിദ്യാസമ്പന്നരല്ല ആളുകൾ. പരിശുദ്ധാത്മാവ് പറഞ്ഞു, അല്ലട ജോണ, തെറ്റാണ്. വിദ്യാസമ്പന്നരല്ലാത്ത, എഴുത്തും വായനയും അറിയാത്ത ആളുകളിൽ ജ്ഞാനം ഉണ്ടായിട്ട് അവർ ജ്ഞാനം പ്രസംഗിക്കാൻ തുടങ്ങുമെന്ന്. പരിശുദ്ധാത്മാവ് വരുമ്പോ സകല ജ്ഞാനവും കൊണ്ട് നിറയും. പരിശുദ്ധാത്മാവ് വരുമ്പോ അന്ത്യകാലത്തിന്റെ ലക്ഷണം അടുത്തിരിക്കുന്നവരോട് പറ, ഭൂകമ്പവും അനർത്ഥങ്ങളും മാറാവ്യാധികളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും മാത്രമല്ല, അടുത്തിരിക്കുന്നവരോട് മാത്രമല്ല, ഭൂമി തന്നെ വിഴുങ്ങുന്ന പരിജ്ഞാനം ഉണ്ടാകും. കൈയടിച്ചില്ല. എങ്കിൽ ഈ ദൂത് നിങ്ങളോടാകട്ടോ, നിങ്ങൾ ഈ പകൽ മുതൽ പരിജ്ഞാനത്താൽ നിറയും. ഡിവൈൻ നോളജ്. ഭൂമി എങ്ങനെ പരിജ്ഞാനത്തിൽ നിറയും? ചില വ്യക്തികൾ പരിജ്ഞാനത്തിൽ നിറയും. അവർ മറ്റൊരാളിലേക്ക് ആ പരിജ്ഞാനത്തെ പകരും. ഇതൊരു പകർച്ചയായി നടക്കും. പരിശുദ്ധാത്മാവിന്റെ പകർച്ചയായി നടക്കും. ഈ സീസണിൽ നീ അനുഭവിക്കാൻ പോകുന്നത്, ജ്ഞാനികൾ എഴുന്നേൽക്കും, ദൈവിക പകർച്ച സംഭവിക്കും, പരിശുദ്ധാത്മാവിന്റെ നിറവ് സംഭവിക്കും, വിസ്ഡം കൊണ്ട് ജനം നിറയും. ഞാൻ അടുത്തിരിക്കുന്ന ഒരാളോട് പറയാം, ഭോഷത്തരം വ്യക്തികളിൽ നിന്ന്, വ്യക്തികളുടെ വായിൽ നിന്ന് മാറിപ്പോകും. പറ, പകരം ആളുകൾ ജ്ഞാനം കൊണ്ട് നിറയും. ജ്ഞാനം കൊണ്ട് നിറയും. നിങ്ങൾ ചെല്ലുന്നിടത്ത് ദൈവിക ജ്ഞാനം ഉണ്ടാകും. നിങ്ങൾ ചെല്ലുന്നിടത്ത് പരിജ്ഞാനം ഉണ്ടാകും. പരിജ്ഞാനം കൊണ്ട് നിറയും. പരിജ്ഞാനം കൊണ്ട് നിറയും. കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ഹല്ലേലൂയ പറ. എന്താണ് ദൈവത്തിന്റെ പരിജ്ഞാനം? എന്താണ് ദൈവത്തിന്റെ പരിജ്ഞാനം? ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ ദൈവത്തിനൊരു കാര്യം മനസ്സിലായി, ക്രിസ്തുയേശുവിലൂടെ സകലയാളും രക്ഷപ്പെടുമെന്ന്. മനുഷ്യന്റെ ലോകത്തിന്റെ പരിജ്ഞാനത്തിൽ ഒരാളും രക്ഷപ്പെടത്തില്ല. പക്ഷെ ദൈവത്തിന്റെ പരിജ്ഞാനം അത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ അറിവിനാൽ അറിയും. ക്രിസ്തുവിന്റെ അറിവിനാൽ അറിയും. എന്റെ യേശു കാൽവറിയിൽ മരിച്ചതാ ഈ ലോകത്തിലെ എല്ലാവരും നരകത്തിൽ പോകാനല്ല. എങ്കിൽ യേശുവിന്റെ മരണം ഒരു പരാജയമാണ്. എന്നാൽ ഈ ലോകം മുഴുവൻ പിശാചിനെ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ കിട്ടത്തുള്ളൂ. പകരം സ്വർഗം മുഴുവൻ ആത്മാക്കളെ കൊണ്ട് നിറയും. നരകം കാലിയാകും. ആഫ്രിക്കയിൽ പ്രസംഗിച്ച റെയ്നോഡ് ബോൺഗെ ഒരിക്കൽ പറഞ്ഞ വാചകമാ, നരകത്തെ കാലിയാക്കുന്ന ശുശ്രൂഷ. നിങ്ങൾക്കറിയാവോ, ആഫ്രിക്കൻ രാജ്യം അതുവരെ തൊടപ്പെട്ടിരുന്നില്ല. പക്ഷേ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാന ക്രൂസൈഡുകൾ 10 ലക്ഷം പേരാണ് കൂടിയത്, 20 ലക്ഷം പേരാണ് കൂടിയത്. ഒരു മീറ്റിംഗിൽ 50 ലക്ഷം പേരാണ് രക്ഷിക്കപ്പെട്ടത്. അതാണ് ഉണർവ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. തൊടപ്പെടത്തില്ല എന്ന് പറയുന്ന ഈ ആളുകളും യേശുവിന്റെ ജ്ഞാനം കൊണ്ട് നിറയും. ദൈവാത്മാവിനാൽ നിറയ്ക്കപ്പെടുന്ന ആളുകൾ നടക്കും. സഭ കർത്താവിന് വേണ്ടി എഴുന്നേൽക്കും. പുതിയ ഓർഡറുകൾ വരും. ന്യൂ ഓർഡർ, ന്യൂ ഫേസ്. സഭയുടെ മുഖം മാറിപ്പോകും. സഭയുടെ മുഖം മാറിപ്പോകും. നിങ്ങൾ എൻ്റെ ഒപ്പം എത്തിയോ? നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ വശമാണെന്ന് വിശ്വസിക്കുന്നു? എനിക്കറിയത്തില്ല, എനിക്ക് പ്രസംഗിക്കാനല്ല തോന്നുന്നത്. കുറച്ച് ദിവസമായിട്ട് നിങ്ങളോട് പ്രവചിക്കാനാണ് തോന്നുന്നത്. അതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേൾക്കൂ.
കർത്താവിനോട് പറഞ്ഞത് ഒന്നും കൂടെ ആവർത്തിക്കുക നിങ്ങളോട്. നോക്ക്, വരണ്ട അസ്ഥികളോട് പ്രവചിക്കാൻ സംസാരിച്ചപ്പോൾ അവൻ സംസാരിച്ച വാക്കുകൾ പോലെ അസ്ഥികൾക്ക് മാറ്റം വന്നുവെങ്കിൽ ഞാൻ ഈ വരുന്ന ആഴ്ചകളിൽ പ്രവചിക്കുന്നത് വരുന്ന മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ആളുകളിൽ സംഭവിക്കാവുന്ന അസാധാരണമായ കാര്യമാണ്. ഇത് ജനുവരിയാണ്. ഫെബ്രുവരിയിൽ ചില ആളുകൾ പറയും, എനിക്ക് ബൈബിൾ വായിക്കുമ്പോ മനസ്സിലായിരുന്നത് പോലെയല്ല വായിക്കുന്നത്, വിഷ്ടം കൊണ്ട് നിറയും. ചില ആളുകൾ പറയും, ഞാനൊരാളോട് സംസാരിക്കുമ്പോ ആളുകൾക്ക് ജ്ഞാനം ഉണ്ടാകുന്നു. That is going to happen. ഈ മാസങ്ങളിൽ സംഭവിക്കും. ചില ആളുകൾ പറയും, എനിക്ക് വിസിബിളായ ഗ്ലോറി കൊണ്ട് നിറയുന്നു. കാണുന്ന വിധത്തിൽ ദൈവിക മഹത്വം നിറയും. കാണുന്ന വിധത്തിൽ ദൈവിക ഗ്ലോറി ഉണ്ടാകും. അസൂസയിൽ ദൈവിക ഗ്ലോറി ഉണ്ടായിട്ട് ആ കെട്ടിടം അരയടി താഴോട്ട് താണുപോയെന്ന്, ദൈവത്തിന്റെ ഗ്ലോറി വന്നിട്ട് ഇരുന്നു പോയെന്ന്. അങ്ങനെയൊന്നും വിശ്വസിക്കാൻ നമ്മുടെ മലയാളിക്ക് കഴിയത്തില്ല, ലോകത്തിന് കഴിയത്തില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നത് അല്ലെങ്കിൽ ചരിത്രം പറയുന്നത് അങ്ങനെ സംഭവിച്ചു എന്ന്. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ചിലത് ഇവിടെയും നടക്കട്ടെ, ഇന്ത്യയിലും നടക്കട്ടെ. പരിശുദ്ധാത്മാവ് വരുന്നത് ഉദ്ദേശത്തോടു കൂടെയാണ്. ദൈവ സാന്നിധ്യം നിന്റെ മേൽ ചലിക്കുന്നത് ഉദ്ദേശത്തോടു കൂടിയാണ്. പറ ഹല്ലേലൂയ. Holy Spirit come with an agenda. അടുത്തിരിക്കുന്നവരോട് പറ, പരിശുദ്ധാത്മാവ് വരുന്നത് ഒരു അജണ്ടയിലാണ്. ദൈവം ആത്മാവിനെ ഒരാളുടെ മേൽ വെക്കുന്നത് ഒരു അജണ്ടയിലാണ്. ആ അജണ്ട ആരെങ്കിലും ഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ഒരു റോക്കറ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നത് പോലെ ചലിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 2 ആഴ്ചയോട് പറയുന്നത് 104 സങ്കീർത്തനം 30 വാക്യം, നിന്റെ ശ്വാസം വഹിക്കുമ്പോ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. You send out your spirit, they are created. You renew the face of the earth. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവോടെ വരുന്നു, അവിടെ ചിലത് ഉളവാകാനായി തുടങ്ങും, ചിലത് റിന്യൂ ആകാനായി തുടങ്ങും, ചിലത് ക്രിയേറ്റഡ് ആകാൻ തുടങ്ങും. ഒന്നും കൂടെ ഞാൻ ആ വാചകം ഒന്ന് ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളിൽ ചിലത് പുതുതായി ക്രിയേറ്റഡ് ആകും. നിങ്ങളിൽ ഇതുവരെ ഇല്ലാത്തത് ചിലത് ഉളവാകാനായി തുടങ്ങും. കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചോ, ആമേൻ പറ. ഹല്ലേലൂയ. ഭൂമി പാഴും ശൂന്യമായിരുന്നു, ഈ ആഴത്തിന് മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് അതിനുമേൽ പരിവർത്തിച്ചു. പാഴായതിന് മേൽ പരിവർത്തിച്ചാൽ മനോഹരമാകും. പാഴായ വീട് മനോഹരമാകും, പാഴായ കുടുംബജീവിതം മനോഹരമാകും, പാഴായ ബിസിനസ് മനോഹരമാകും, പാഴായ ശരീരം മനോഹരമാകും, പാഴായ ആരോഗ്യം മനോഹരമാകും. അവൻ വരുന്നത് ഉളവാക്കാനാണ്. ഇതുവരെ ഉണ്ടായിരുന്ന നാളുകളെക്കാൾ ഉപരിയായി കാണുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദൈവമക്കളുടെ ഇടയിൽ ചലിക്കട്ടെ. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവൻ്റെ ഉദ്ദേശം അവൻ നിങ്ങളിൽ നിവർത്തിക്കട്ടെ. അവൻ തിരഞ്ഞെടുത്ത ആ വിളിയുടെ അനുഭവത്തിൽ നമുക്ക് ഓരോരുത്തർക്കുമായിരിക്കാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററിന്റെ പേര് സൈറി കുമാരി എന്നാണ്. പരശുവയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. പരശുവയ്ക്കൽ നിന്ന് ഒത്തിരി പേര് വന്നിട്ടുണ്ടല്ലോ. ഓക്കെ. ജൂലൈ 26 സിസ്റ്റർ 2 വീലറിൽ നിന്ന് വീണിട്ടുണ്ടായിരുന്നു. വീണതിനെ തുടർന്ന് കാലിലെ ചതയെല്ലാം പോയി എല്ല് പുറത്ത് കാണുന്ന അവസ്ഥയിലായിരുന്നു. പാറശാല ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടുന്ന് ഡോക്ടേഴ്സ് വേഗത്തിൽ തന്നെ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. പ്ലാസ്റ്റിക് സർജറി വേണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. കാലിലെ 2 വിരലും അനക്കം ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ആയിരുന്നത്. നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ അസ്ഥി പുറത്തു വന്നു. ഭയങ്കരമായി എന്ത് വേദന സഹിച്ചു ചേച്ചി? പറ. ഒത്തിരി പ്രയാസത്തിലൂടെ ആയിരുന്നു സിസ്റ്റർ പോയത്. എന്നാൽ കഴിഞ്ഞ മാസം സെപ്റ്റംബർ സിസ്റ്റർ ചർച്ചിലേക്ക് വന്നു. ബ്രദർ സിസ്റ്ററിന്റെ അടുത്ത് അങ്ങോട്ട് തന്നെ ആലോചന പറഞ്ഞു. ഈ സമയം തന്നെ കർത്താവ് സിസ്റ്ററിന്റെ കാലുകളെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. ആ സമയം തന്നെ സിസ്റ്ററിന്റെ വിരലുകൾ സൗഖ്യമായി, തുടർന്ന് തന്നെ കാലുകളും സൗഖ്യമായി എന്നാണ്. ഭയങ്കര കാര്യമാണല്ലോ. എനിക്കിത് ഓർമ്മയില്ല പറഞ്ഞത്. സെപ്റ്റംബറിൽ പറഞ്ഞ കാര്യം. സെപ്റ്റംബർ 15 ഇവിടെ വന്ന സമയത്ത് എന്തുവായിരുന്നു? അപ്പൊ കാലിന് പ്രശ്നം ഉണ്ടായിരുന്നു.
ഈ ചതയൊന്നും ഇല്ലാതെ എല്ല് മാത്രം കാണുന്ന അവസ്ഥയായിരുന്നു. രണ്ടുപേരും മാംസം പോയി പോയി അസ്ഥി കാണാം. അവസ്ഥ കാണാം. ഇപ്പൊ 2 വിരൽ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ പറഞ്ഞ് വിരൽ അനങ്ങുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് തർക്കിക്കുമായിരുന്നു വിരൽ അനങ്ങണമെന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞ് ഈ വിരൽ മുറിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ സെപ്റ്റംബർ 15-ാം തീയതി ഇവിടെ വന്ന് ആരാധന കഴിഞ്ഞ് പ്രാർത്ഥന സമയം ബ്രദർ എടുത്ത് എൻ്റെ അനിയത്തി മോളും കൂടെ വന്ന് പറഞ്ഞ്, അപ്പോഴും ബ്രദർ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് വിരൽ അനക്കിക്കുമോ എന്ന് പറഞ്ഞ് ആ സെക്കൻഡിൽ അനങ്ങാൻ തുടങ്ങി. അതിനുശേഷം ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? എഴുന്നേറ്റ് വന്നിട്ട് നല്ല കൈയടി കൊടുത്ത കർത്താവിനെ. ആമേൻ. എന്നെ സന്തോഷമാണോ? നിങ്ങൾക്കിത് കേട്ടിട്ട് സന്തോഷമാണോ? അത്ഭുതങ്ങൾ ഉണ്ടാകണം സഹോദരൻ, വീരപ്രവർത്തികൾ ഉണ്ടാകണം. അനേകരുടെ വിശ്വാസത്തിന് ഇത് കാരണമാകും. ഇത് കേട്ടോ പറഞ്ഞത്, കാലിൽ വിരലനങ്ങത്തിലായിരുന്നു ഡോക്ടർ മുറിച്ചു കളയണമെന്ന് പറഞ്ഞ അസ്ഥിയാണ് ഇന്ന് കൃപയാൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നു. സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ യാതൊരു കുഴപ്പമില്ല. അന്നു മുതൽ കാലനങ്ങാൻ തുടങ്ങി. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയിട്ടേ ഇല്ല. അയ്യോ, അസ്ഥി കാണുന്ന വിധത്തിൽ മാംസം പോയെന്നൊക്കെ പറയണ ഭയങ്കര പോലെ. ആ വീഡിയോ നമ്മുടെ കാണുമെന്ന് എന്റെ തോന്നല്ലേ? കാണും. എന്റെ മൊബൈലുണ്ട് ചേച്ചിയുടെ മൊബൈലിൽ കാണുന്നുണ്ടോ? ഒന്ന് കാണട്ടെ. അടിപൊളി. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. വാ. ഓ എൻ്റെ അമ്മോ, ഇത് കുറച്ച് കാര്യങ്ങളുണ്ട്. അസ്ഥി കാണാം. ഇത് കാണാതിരിക്കാൻ നല്ലത് കേട്ടോ. എനിക്ക് തന്നെ കണ്ടിട്ട് പേടിയാവുന്നു. കാണാവോ? നിങ്ങൾ കാണണ്ട. എനിക്കും കാണണമെന്ന് വലിയ ആഗ്രഹമില്ല. അവസാനമാണ് ഇങ്ങനെ ആയെന്ന് കേൾക്കുന്ന സന്തോഷമുള്ള കാര്യം. ഒരു കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. താങ്ക് യു. നാട്ടിലെ ഉണർവ് പത്തനാപുരത്ത് ഫെബ്രുവരി 26-ന് രാവിലെ 10:30 മുതൽ സ്ഥലം ന്യൂ മംഗല്യ ഓഡിറ്റോറിയം കല്ലുംകടവ്. മിറക്കിൾ സൺഡേ തൃശൂരിൽ മാർച്ച് 2-ന് രാവിലെ 10:30 മുതൽ സ്ഥലം താണ്ടിയേക്കൽ കൺവെൻഷൻ സെന്റർ, എലൈറ്റ് ഹോസ്പിറ്റലിന് സമീപം കുറുക്കഞ്ചേരി. ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങൾക്കായി നന്ദി പറയുകയാണ്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ അളവ് എത്ര വലുതാണ്. തൻ്റെ അടുക്കലായിരിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് കരുതുന്ന എത്ര ശ്രേഷ്ഠമായിട്ടാണ്. കരുതുന്ന വിധത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, അയ്യോ കർത്താവെ, ഞാൻ തെറ്റിപ്പോയി, എൻ്റെ ചിന്തകൾ തെറ്റിപ്പോയി, ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു ആയിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹം അത്രത്തോളം വലുപ്പമുള്ളതാ, ആഴമുള്ളതാ. അവനിൽ നമുക്കായിരിക്കാം, അത്ഭുതങ്ങളിലായിരിക്കാം, നമ്മളെ സ്നേഹിക്കുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. അപ്പോൾ ഞങ്ങളോട് സംസാരിച്ച ദൈവിക ആലോചനയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനായി നന്ദി പറയുന്നു. എൻ്റെ കർത്താവ് സംസാരിച്ചതൊന്നും ഇതുവരെ നിവർത്തിക്കാതിരുന്നിട്ടില്ല. കർത്താവ് പറഞ്ഞതൊന്നും ഇതുവരെ ചെയ്യാതിരുന്നിട്ടില്ല. കർത്താവ്, ഞങ്ങൾ ഓരോരുത്തരെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം, അതാണ് ഞങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത്, അതാണ് ഞങ്ങളുടെ നാളുകളെന്ന് പറയുന്നത്. പൂർണ്ണ ഉറപ്പോടും വിശ്വാസത്തോടും കർത്താവിനോടൊപ്പമായിരിക്കാൻ കർത്താവ് ഈ കുടുംബങ്ങളെ സഹായിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി, കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായി, അവൻ്റെ മഹത്വത്തെ വഹിക്കുന്നവരായി, കർത്താവ് ലോകത്തിന് ഞങ്ങളെ തന്നെ പ്രദർശിപ്പിക്കാനായി, ക്രിസ്തു വസിക്കുന്നു എന്ന് പറയുന്ന വിധത്തിൽ കർത്താവെ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന നിൻ്റെ കൃപയ്ക്കായി സ്തോത്രം അപ്പാ. ഈ കുടുംബങ്ങളിൽ ആ ദൈവമഹത്വം കാണുന്ന വിധത്തിൽ വെളിപ്പെടട്ടെ അപ്പാ. കർത്താവെ, എന്നെ കാണുന്ന ഓരോ വ്യക്തികളിൽ ആ ദൈവമഹത്വം കാണുന്ന വിധത്തിൽ വെളിപ്പെടട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പോൾ ചിലതവരെ മുറുകെ പിടിച്ചിരിക്കുന്നിടത്ത് നിന്നും, അവരുടെ ഉള്ളിൽ ഭീതി കൊടുത്തിടത്ത് നിന്നും കർത്താവിൻ്റെ സാന്നിധ്യം അവരെ ആ കെട്ടപ്പെട്ടുപോയ അനുഭവത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരട്ടെ അപ്പാ. ഒരു ചെലന്തി വലയ്ക്കകത്ത് കുടുങ്ങിപ്പോയതിനെ പുറത്തു കൊണ്ടുവരുന്നത് പോലെ സ്വയം രക്ഷപ്പെടാൻ കഴിയാത്തയിടത്ത് നിന്നും കർത്താവ് ചിലരെ പുറത്തു കൊണ്ടുവരുന്നത് കാണാം. അപ്പോൾ നിൻ്റെ കൃപദേശത്തിൽ ചലിക്കുന്നതോർത്ത് നന്ദി പറയുന്നു യേശുവേ. അപ്പോൾ നിൻ്റെ കൃപദേശത്തിൽ ചലിക്കുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. വ്യക്തികളുടെ ലൈഫിൽ ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. അപ്പോൾ സ്തോത്രം യേശുവേ. എന്നെ കാണുന്ന അമ്മയ്ക്ക് ഡയബറ്റിക് ഉണ്ട്. അതേപോലെ തന്നെ ശരീരത്തിൽ നീര് വെക്കുന്നൊരു അനുഭവമുണ്ട്. ആ അമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വീടിനെ കർത്താവ് തൊടുന്നത് കാണാം. ചിട്ടയല്ലാതായിരിക്കുന്ന, ക്രമത്തിലല്ലാതായിരിക്കുന്ന
ദൈവസ്നേഹത്തിലല്ലാതായിരിക്കുന്ന ചിലരെ കർത്താവ് ക്രമപ്പെടുത്തുന്നത് കാണാം, അവൻ്റെ ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണാം, കർത്താവിൻ്റെ നിറവിലേക്ക് കൊണ്ടുവരുന്നത് കാണാം. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നപ്പാ, അങ്ങയുടെ സ്നേഹത്തിനായി നന്ദി പറയുന്നു. അതേപോലെ എനിക്കൊരു വ്യക്തിയെ കാണാം, ഗ്ലാസ്സുകളുടെ ബിസിനസ് ചെയ്യുന്ന, അതായത് നമ്മൾ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് അല്ലാത്ത ഗ്ലാസ്സുകളുടെ വലിയ വലിയ പീസുകൾ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. ആ വീട്ടിലായിരിക്കുന്ന ചേർച്ചക്കുറവിനെ കർത്താവ് ക്രമീകരിക്കുന്നത് കാണാം. സന്തോഷം കെട്ടുപോയെടുത്തു നിന്നും കർത്താവ് അവരെ ജീവിതത്തിലേക്ക്, സന്തോഷത്തിലേക്ക്, ദൈവിക അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നത് കാണാം. അപ്പാ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. ഈ വീടുകളിൽ ചലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ നിൻ്റെ കൃപ ചലിച്ചിരിക്കാൻ സ്തോത്രം. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളും പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായിരിക്കാൻ സ്തോത്രം. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. വലിയ നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കട്ടെ. അവൻ്റെ സ്നേഹത്തിൽ നമുക്ക് ആയിരിക്കാം. ഗോഡ് ബ്ലെസ് യു.